എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ് ആൻഡ് വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദർ കോഎഫിഷ്യൻസ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 4x² - 4x - 3, പിന്നെ 4x² + 5√2x - 3. ഇങ്ങനെ √2 വരുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് CBSE ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി എഴുതിയതാണ്. അപ്പോൾ 2√2x² - 9x + 5√2, അതുപോലെ 4√3x² + 5x - 2√3. എല്ലാത്തിൽ റൂട്ട് വരുന്നത് വെച്ചിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത് പഠിക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ 4x² - 4x - 3. ഇപ്പൊ ഇതിൽ നമ്മൾ ആദ്യം, അതായത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സീറോസ് കണ്ടുപിടിക്കണം. സീറോസ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് കണ്ടുപിടിക്കുന്നത്, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട്. അതായത് പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 × 3, 4 × -3, 4 × -3 എന്ന് പറയുന്നത് നമുക്ക് -12 ആണ്. പ്രോഡക്റ്റ് -12 കിട്ടണം. സമ്മ്, അതായത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 വരണം. അപ്പൊ അങ്ങനെയുള്ള നമ്പർ വെച്ചിട്ട് വേണം നമുക്ക് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ -12ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4ഉം കിട്ടണം. ഇവിടെ മൈനസ്, അതായത് പ്രോഡക്റ്റിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇവിടെയും മൈനസ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ വലിയ നമ്പർ ആയിരിക്കും നെഗറ്റീവ്. അപ്പോൾ ഏതൊക്കെയാണ് 12ന്റെ ഫാക്ടേഴ്സ് നോക്കുക. 1 × 12 എന്തായാലും 4 കിട്ടില്ല. പിന്നെ ഉള്ളത് 6 × 2 ആണ്. 6 × 2 12 ആണ്. അപ്പൊ ഇവിടെ -6 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -4 ചെയ്യും. അപ്പൊ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 4x² - 6x + 2x. അപ്പോൾ -6x + 2x എന്തായി? -4x - 3. അപ്പോൾ -6 × 2 -12 കിട്ടി. -6 + 2 എന്നുള്ളത് -4 കിട്ടി. അപ്പൊ സമ്മ് -4ഉം കിട്ടി. മൾട്ടിപ്ലൈ ചെയ്താൽ -12ഉം കിട്ടി. അതുപോലെയുള്ള നമ്പർ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റിംഗ് ചെയ്തു മിഡിൽ ടേമിൽ. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, x രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? 2 2 × 2 ആണ് 4, 2 × 3 ആണ് 6. അപ്പൊ 2 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക്, ഇപ്പൊ ഉള്ളിൽ 2x, ഇവിടെ 2x പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 3 പ്ലസ് ഇതില് 1, 2x - 3. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് 2x + 1 × 2x - 3. അപ്പൊ ഇവിടെ 2x + 1 = 0, 2x = -1, x = -1/2. അതുപോലെ 2x - 3 = 0, 2x = 3, x = 3/2. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് -1/2, ബീറ്റ എന്ന് പറയുന്നത് 3/2. അതായത് നമ്മൾ സീറോസിന് ആൽഫ, ബീറ്റ എന്ന് പറയും. ഇത് -1/2, ഇവിടെ 3/2. നമുക്ക് ഇനി സീറോസ് കണ്ടുപിടിച്ചതിന് ശേഷം വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദർ സീറോസ് ആൻഡ് ദർ കോഎഫിഷ്യന്റ് ആണ് കാണേണ്ടത്. അപ്പോൾ അതില് സം ഓഫ് സീറോസ് നമുക്കറിയാം. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b/a. അപ്പൊ ഇതില് നമ്മളെ സം ഓഫ് സീറോസ്, രണ്ട് സീറോസ് ഇല്ല, സം ഓഫ് സീറോസ് = -1/2 + 3/2. -1/2 + 3/2, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 3 - 1 2, 2/2, 2/2 1. ഇതില് നമ്മുടെ കോഎഫിഷ്യന്റ് വെരിഫൈ ചെയ്ത് നോക്കണം. 4x² - 4x - 3 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പൊ ഇതില് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -b/a. -b/a എന്താണ്? -b. ഇതില് -4/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/4 1 കിട്ടി. അപ്പൊ വെരിഫൈ ചെയ്ത് ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? -1/2 × 3/2, ദാറ്റ് ഈസ് ഈക്വൽ ടു -3/4. പ്രോഡക്റ്റ് ഓഫ് സീറോസ് -3/4 കിട്ടി. ഇനി ഇതിൽ നിന്ന് കോഎഫിഷ്യന്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതില് c/a ആണ് പ്രോഡക്റ്റ് ഓഫ് സീറോ. c എത്രയാണ്? -3, -3/4. അപ്പൊ രണ്ടും സെയിം ആണ്, വെരിഫൈ ചെയ്ത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, (4x² + 5√2x - 3).
അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5√2 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -12 കിട്ടണം. അതായത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് -12, സം എന്ന് പറയുന്നത് 5√2. അപ്പൊ ഈ വിധത്തിൽ കിട്ടുന്നത് വേണം നമ്മൾ നമ്പേഴ്സ് എടുത്ത്. ഇതിലിപ്പോ എന്തായാലും ഒരു √2 ഉള്ള സ്ഥിതിക്ക് നമ്മളെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ √2 എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ √2 × √2 എന്ന് പറയുന്നത് എന്തായി? 2 ആയി. 2ന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 12 കിട്ടുക. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇവിടെ +√2, അപ്പൊ ഇതിന് +6√2 -√2. 6√2 -√2 എന്തായി? 5√2 ആയി. 6√2 × √2 -√2. 6√2 × -√2 എന്ന് പറയുന്നത് √2 × √2 മൈനസ്, ഇത് ഇവിടെ മൈനസ് ആയതുകൊണ്ട് -2 -2 × 6 -12. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5√2 കിട്ടി, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടി. ഇവിടെ നടുവിൽ √2 വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ √2 ഉണ്ടാവും. അപ്പൊ √2 × √2 2 ആയി. ബാക്കിയുള്ള ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ അപ്പൊ 6√2 -√2. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. (4x² + 6√2x -√2x 5√2x -3. ഇനി ഇതിൽ നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. അതായത് √2 × √2 ആണ് 2. അപ്പോൾ ഒരു √2 നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇതിലൊരു 2 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. 2√2 നമുക്ക് ഇതിൽ പുറത്തേക്ക് എടുക്കാൻ കഴിയും. 2√2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 2√2x. അപ്പോൾ 2√2x പുറത്തേക്ക് എടുത്താൽ √2 × √2 ആണ് 2. അപ്പോൾ ഒരു √2x ഉള്ളിലുണ്ടാവും. എന്നാലേ ശരിയായിട്ട് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഇവിടെ √2 ഉള്ളത് കൊണ്ട് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് √2 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്. അപ്പൊ 2√2 പുറത്തേക്ക് എടുത്ത് 2√2 പുറത്തേക്ക് എടുത്ത് ഇത് 4 ആവണമെങ്കിൽ ഇവിടെ √2 വേണം. √2 × √2 2 × 2 4 പ്ലസ് ഇവിടെ 3. ഇതിൽ -1 പുറത്തേക്ക് എടുക്കുക. അപ്പൊ √2x + 3. ഇതിൽ നമുക്കിപ്പോൾ ഫാക്ടേഴ്സ് വരുന്നത് 2√2x - 1 √2x + 3. 2√2x - 1 = 0. 2√2x = 1. x = 1/2√2. അപ്പൊ ആദ്യത്തത് x ഒരു 0 1/2√2 കിട്ടി. അതുപോലെ ഇനി രണ്ടാമത്തത് √2x + 3 = 0. √2x = -3. x = -3/√2. അപ്പൊ ഇതില് രണ്ട് സീറോസ്, ഇതൊരു 0, ഇനി സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് = 1/2√2 -3/√2. അപ്പൊ ഇതിൽ 2√2 ആണ് LCM വരുന്നത്. അപ്പൊ 2√2 1 - 2, ഈ 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 6. അപ്പം -5/2√2. അപ്പൊ ഇതില് നമ്മുടെ ഇക്വേഷനില് -b/a എന്ന് പറയുന്നത് എന്താണ്? -5√2/4. അതായത് ഇവിടെ -5/2√2 എന്ന് വരുന്നത് നമുക്ക് ഇവിടെ 5√2/4. ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇതിനെ മാറ്റി എഴുതാം. അതായത് -5/2√2 ഇത് √2 ചെയ്യുന്ന സമയത്ത് 5√2 / 4 വരും. that is equal to -5√2/4. അതായത് റാഷണലൈസ് ചെയ്യുക. ഡിനോമിനേറ്ററിലല്ല √2 ഉള്ളത്. അപ്പം നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. അതിനെ റാഷണലൈസ് ചെയ്യുമ്പോൾ -5√2/4 ആണ് വരുന്നത്. അത് തന്നെയാണ് നമുക്ക് -b/a വരുന്നത്. ഇനി അതായത് സം പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഇതിൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1/2√2 × -3/√2. √2 × √2 2 × 2 4 -3/4. c/a എന്ന് പറയുന്നത് -3/4. രണ്ട് സെയിം ആയിട്ട് തന്നെ കിട്ടണം. അങ്ങനെ കാണിക്കുക. കോഎഫിഷ്യന്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയില്ല, അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി എടുത്തതാണ്.
അതിൽ തേർഡ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 5 റൂട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2√2 ഇൻറ്റു 5√2. ഇപ്പോൾ √2 ഇൻറ്റു √2 2, 5 ഇൻറ്റു 2 ഇവിടെ 20 ആണ് വരുന്നത്. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 5 20. സം എന്ന് പറയുന്നത് ഇവിടെ -9 ആണ്. അപ്പോൾ നമുക്ക് 20ൻ്റെ ഫാക്ടേഴ്സ് നോക്കുക. 10 ഇൻറ്റു 2 വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. അതുപോലെ പിന്നെ വരുന്നത് 5ഉം 4ഉം ആണ്. 5ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 ആണ്. 5ഉം 4ഉം ആഡ് ചെയ്താൽ 9 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് വരേണ്ടത് കൊണ്ട് രണ്ടിലും മൈനസ് സൈൻ കൊടുക്കുക. √2x സ്ക്വയർ മൈനസ് 5x മൈനസ് 4x പ്ലസ് 5√2. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്? ഇതിൽ ഒന്നും കോമൺ ആയിട്ടില്ല. അപ്പോൾ എക്സ് പുറത്തേക്ക് എടുക്കുക. 2√2x മൈനസ് 5. ഇവിടെ √2 കോമൺ ആയിട്ടുണ്ട്. √2 പുറത്തേക്ക് എടുക്കുമ്പോൾ 2√2x മൈനസ് ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഇവിടെ 5 വരും. എപ്പോഴും ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതേപോലെ എഴുതണം. അപ്പോൾ ഇവിടെ 2√2x മൈനസ് 5 ആണുള്ളത്. ഇതിൽ ഇവിടെ √2 ഉണ്ട്. ഇതിൽ 4 എന്ന് പറയുന്നത് 2√2 ഇൻറ്റു √2 ആണ് 4. അപ്പോൾ നമ്മൾ √2 പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ളത് 2√2 എക്സ് മൈനസ് 5. മൈനസ് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇവിടെ മൈനസും ആണ് പ്ലസ് 5 ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എക്സ് മൈനസ് √2 ഇൻറ്റു 2√2x മൈനസ് 5. എക്സ് മൈനസ് √2 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു √2. അതുപോലെ 2√2x മൈനസ് 5 ഈക്വൽ ടു 0, 2√2x is equal to 5, x is equal to 5/2√2. ഇനി ഇതിലെ നമുക്ക് സമ്മ് കാണാം. സം ഓഫ് സീറോസ് ഇതാണ് 2 സീറോസ്. ഇനി സം ഓഫ് സീറോസ് കണ്ടുപിടിക്കുക. സം ഓഫ് സീറോസ് ഇസ് ഈക്വൽ ടു √2 പ്ലസ് 5/2√2. ഇപ്പോൾ 2√2 LCM ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഇപ്പോൾ 2√2 ഇൻറ്റു √2 4 പ്ലസ് 5 9/2√2. മൈനസ് b/a എന്താണെന്നുള്ളത് നോക്കാം. മൈനസ് b/a എന്ന് പറയുന്നത് മൈനസ് ഓഫ് -9 ഡിവൈഡ് ബൈ 2√2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/2√2. രണ്ടും സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ അത് കറക്റ്റായി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? √2 ഇൻറ്റു 5/2√2. ഇപ്പോൾ √2 ക്യാൻസലായി 5/2 കിട്ടി. c/a നോക്കുക. c/a എന്ന് പറയുന്നത് 5√2 ഡിവൈഡ് ബൈ 2√2. ഇപ്പോൾ √2 ക്യാൻസലായി അതിലും 5/2. രണ്ടും സെയിം ആയിട്ട് വന്നു. 5/2 ഇവിടെ 5/2 ഇവിടെ 9/2 അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് ഇനി ഫോർത്ത് 4√3x സ്ക്വയർ പ്ലസ് 5x മൈനസ് 2√3. 4√3x സ്ക്വയർ പ്ലസ് 5x മൈനസ് 2√3. ഇതിൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4√3 ഇൻറ്റു മൈനസ് 2√3. √3 ഇൻറ്റു √3 3 ഇൻറ്റു 8. ഇപ്പോൾ -24 ആണ് വരേണ്ടത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 5. ആഡ് ചെയ്താൽ 5ഉം കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -24ഉം കിട്ടണം. ഇപ്പോൾ ഏതൊക്കെയാണ് വരിക? 8ഉം 3യും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 24. ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു നമ്പർ മൈനസ് ആയിരിക്കും. ഇവിടെ മൈനസ് ആണെങ്കിൽ ഈ വലിയ നമ്പറിന് നെഗറ്റീവ് കൊടുക്കുക. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ നമ്പറിന് നെഗറ്റീവ് കൊടുക്കാം. അപ്പോൾ 8 - 3 5 ആയി. അപ്പോൾ ഇങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. 4√3x സ്ക്വയർ പ്ലസ് 8x മൈനസ് 3x മൈനസ് 2√3. ഇനി ഇതിൽ നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്? രണ്ടിനും 4x കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 4x പുറത്തേക്ക് എടുക്കുക. √3x പ്ലസ് 2 മൈനസ് ഇതിൽ √3 ആണ് കോമൺ ആയിട്ടുള്ളത്. √3 പുറത്തേക്ക് എടുക്കുക. √3 പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ
√3 ഇൻറ്റു √3 ആണ് 3 വരുന്നത്. അപ്പോൾ √3x മൈനസ് √3 ആണ് പുറത്തേക്ക് എടുത്തത്, ബാക്കി +2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4x മൈനസ് √3യും √3x +2. അപ്പോൾ 4x മൈനസ് √3 ഈക്വൽ ടു 0, 4x ഇസ് ഈക്വൽ ടു √3, x ഇസ് ഈക്വൽ ടു √3/4. അതുപോലെ ഇതിൽ x ഇസ് ഈക്വൽ ടു -2/√3. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് √3/4 -2/√3. അപ്പോൾ ഇതിൽ നമുക്ക് LCM എടുക്കണം. 4√3 LCM. 4√3 LCM ആവുമ്പോൾ ഇവിടെ √3 ഇൻറ്റു √3 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. √3 ഇൻറ്റു √3 3, ഇത് ഇങ്ങോട്ടേക്ക്, അപ്പോൾ 8. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -5/4√3. -5/4√3 ആണ് വരുന്നത്. അപ്പം -b/a എന്ന് പറയുന്നതും അതേ തന്നെയാണ് വരുന്നത്, -5/4√3. ഇപ്പോൾ 2 സെയിം ആയി കിട്ടി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് √3/4 ഇൻറ്റു -2/√3. അപ്പോൾ √3 ക്യാൻസൽ ആയി, -2/4 എന്ന് പറയുന്നത് -1/2. c/a എന്ന് പറയുന്നത് ഇവിടെ എന്ത് കിട്ടും? c/a -2√3 ഡിവൈഡ് ബൈ 4√3. √3 ക്യാൻസൽ ആയി -1/2. സെയിം ആയിട്ട് കാണിക്കുക. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ 5. √3x² മൈനസ് 8x പ്ലസ് 4√3. √3x² മൈനസ് 8x പ്ലസ് 4√3. ഇതിൽ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് √3 ഇൻറ്റു 4√3. √3 ഇൻറ്റു 4√3 എന്ന് പറയുന്നത് √3 ഇൻറ്റു √3 3, 3 ഇൻറ്റു 4 12 ആയി. അതുപോലെ സം എന്ന് പറയുന്നത് ഇവിടെ -8 ആണ്. സമ്മ് -8ഉം പ്രോഡക്റ്റ് 12ഉം. അപ്പോൾ ഇവിടെ -8 വന്നതുകൊണ്ട് ഇവിടെ പ്ലസ്സും ആയതുകൊണ്ട് രണ്ട് നമ്പറും നെഗറ്റീവ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സമ്മ് 8 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 6ഉം 2 -6 -2 -6ഉം -2 ആവുമ്പോൾ 12, -6 -2 ആഡ് ചെയ്ത് -8. ഇവിടെ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ രണ്ട് നമ്പറിനും എപ്പോഴും സെയിം സൈൻ ആയിരിക്കും. അവിടെ നെഗറ്റീവ് വരുമ്പോഴേ ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ഉണ്ടാവുള്ളൂ. അതിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ രണ്ട് സ്ഥലത്തും നെഗറ്റീവ് ആണെങ്കിൽ വലിയ നമ്പറും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ -6 -2 സ്പ്ലിറ്റ് ചെയ്ത് 3x² -6x -2x പ്ലസ് 4√3. ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളത് √3x ആണ്. √3x പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ x √3 ഇൻറ്റു √3 3 ആയി. അപ്പോൾ ഇവിടെ ഒരു √3 ഉണ്ടാവും. അതായത് 2√3 ആണ് വരുന്നത്. ഇവിടെ √3 ഇൻറ്റു √3 3. നമ്മൾ ഒരു √3 ആണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി √3 ഉണ്ടാവും. പിന്നെ 6 ആവണമെങ്കിൽ എന്ത് വേണം? 2 വേണം. അപ്പോൾ അങ്ങനെ അത് വന്നു. ഇതിൽ നമ്മൾ -2 പുറത്തേക്ക് എടുക്കുക. -2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ x ബാക്കിയില്ല. ഇവിടെ മൈനസായി, ഇവിടെ 2√3. ഈ രണ്ട് ഒരേപോലെ കിട്ടണം. അതുപോലെ എഴുതണം. ഈ √3ൻ്റെത് പുറത്തെടുക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഇതിൽ √3 നമ്മൾ വെറുതെ x മാത്രം കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെയിം ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ √3 എടുക്കണം. ഈ √6 എന്ന് പറയുന്നത് √3 ഇൻറ്റു √3 ഇൻറ്റു 2 ആണ്. അപ്പം ഇതിൽ √3 നമ്മൾ പുറത്തേക്ക് എടുത്തു. √3 പുറത്തേക്ക് എടുത്തപ്പോൾ ബാക്കിയുള്ളത് 2√3. ഇതിൽ പിന്നെ എളുപ്പമാണ്. 2 പുറത്തേക്ക് എടുത്തപ്പോൾ x -2√3. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് √3x -2 x -2√3. അപ്പോൾ ഇവിടെ x is equal to 2/√3. അതുപോലെ ഇതിൽ x is equal to 2√3 വരും. നിങ്ങൾ ഈക്വൽ ടു 0 ചെയ്താൽ √3x -2 equal to 0, √3x x is equal to 2/√3. ഇവിടെ x is equal to 2√3. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് 2/√3 പ്ലസ് 2√3.
ഇതിൽ √3 LCM. ഇപ്പോൾ 2 പ്ലസ് √3 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. √3 × √3 3. 3 × 2 6. അപ്പോൾ 8/√3 ആണ് വരുന്നത്. 8/√3 എന്ന് പറയുമ്പോൾ നമ്മൾ -b/a സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -b/a. -b/a എന്ന് പറയുന്നത് -8/√3. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/√3. അപ്പോൾ രണ്ടും സെയിം ആയി കിട്ടി. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് 2/√3 × 2√3. ഇതിൽ √3 ക്യാൻസൽ ആയി 4. c/a എന്ന് പറയുന്നത് 4√3/√3. ഇപ്പോൾ √3 ക്യാൻസൽ ആയി 4. രണ്ടും സെയിം ആയി കിട്ടും. അപ്പോൾ അതിൽ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. x², 2x² - 25. 2x² - 25 ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ 2x² എന്ന് പറഞ്ഞാൽ √2x ഹോൾ സ്ക്വയർ. √2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 × √2 2 -5². ഇതിനിങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. √2x ഹോൾ സ്ക്വയർ -5². അപ്പോൾ ഇത് a² - b². a² - b² എന്ന് പറഞ്ഞാൽ a + b × a - b. അപ്പോൾ √2x + 5 √2x - 5. ഇതിൽ √2x + 5 = 0. x -5/√2. ഇവിടെ x = 5/√2. ഒന്ന് -5/√2 ഒന്ന് +5/√2 ഉണ്ട്. ഇനി സം ഓഫ് സീറോസ് കണ്ടുപിടിക്കുക. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -5/√2 + 5/√2 എന്ത് 0 ആയി. ഇവിടെ നമുക്ക് b ഇല്ല. അപ്പോൾ -b/a എന്ന് പറയുന്നത് 0/2 ആണ്. 0/2 0. അപ്പോൾ രണ്ടും 0 തന്നെ. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് -5/√2 × 5/√2. എന്ത് വരും? √2 × √2 2. അപ്പോൾ 5 × 5 25. -25/4. സോറി 2. -25/2. ഇതിൽ നമുക്ക് c/a എന്ന് പറയുന്നത് -25/2. രണ്ട് സെയിം ആയിട്ടാണ്. ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ